അച്ഛൻ പേടിക്കണ്ട. അച്ഛന്റെ മകൻ സൂര്യ ഈ കുന്നത്തി വീട്ടിൽ രാജയുടെ അനിയനാണെങ്കിൽ അടുത്ത 24 മണിക്കൂറിനകം ഞാൻ അവനെ അച്ഛന് തിരിച്ചു തന്നിരിക്കും, ഒരു പോറല് പോലും ഏൽക്കാതെ. മാഷ് ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തവനാണ്. അവൻ ന്യായീകരണം അർഹിക്കുന്നില്ല. അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി ഞാനത് വിശദീകരിക്കണോ? കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാനിത് കേൾക്കുക. പലപ്പോഴും സത്യം പറയാനായി നാവ് ഉയർന്നപ്പോഴൊക്കെ അവന് കൊടുത്ത വാക്ക് ഞാൻ ഓർക്കും. മാഷ് അവന്റെ നേരെ കഴിച്ചുകൊണ്ടുപോ. തകരുന്നത് എന്റെ നെഞ്ചാ. ഇനി എനിക്ക് വയ്യ. മാധവൻ മാഷ് ഇത്രയും നാളും കൊണ്ടുവരുന്ന ഈ സൽപ്പേര് മുഴുവൻ അവന്റെ ദാനമാണ്. കയ്യബദ്ധമായിരുന്നതിന് പോലും പുതിയറയിലെ കുട്ടിയെ കൊന്നത് രാജയല്ല, മാഷ. ഞാൻ എന്റെ കണ്ണാല കണ്ടതാ. അച്ഛന്റെ പേര് കളങ്കപ്പെടാതിരിക്കാൻ അവൻ ഏറ്റെടുക്കായിരുന്നു എല്ലാം. അമ്പലം നേർച്ച എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാറുള്ളത് മധുരയ്ക്കായിരുന്നു, അവനെ കാണാൻ, അവനോടൊപ്പം കഴിയാൻ. അപ്പോഴൊക്കെ അവനത് ആവർത്തിക്കും. മരണം വരെ മാഷി സത്യം അറിയരുതെന്ന്. പണ്ട് നീ എന്നോട് പറഞ്ഞു എത്ര തല്ലുകൊണ്ടാലും നിനക്ക് വേദനിക്കില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നോട് പറയുക, എത്ര തല്ലിയാലും എന്റെ കൈ വേദനിക്കില്ല. അത്രയ്ക്കുണ്ടടാ എന്റെ കലി. ഇത്രയ്ക്ക് ആവേശം വേണോ സാറേ? ഈ തരുന്നതിനൊക്കെ കണക്ക് വെക്കേണ്ടി വരും. കാരണം തിരിച്ചു കിട്ടുമ്പോ അത് പലിശയും ചേർത്തായിരിക്കും. നീ എന്നങ്ങ് ഷേവ് ചെയ്ത് കളയും. എടാ, നീയും നിന്റെ ചേട്ടന്റെ മൊത്തം ആൾക്കാരും ഗുണ്ടാ ലിസ്റ്റിൽ അകത്ത് കിടക്കുക. എത്ര പേരകത്ത് കിടന്നാലും എന്റെ ഏട്ടനൊരുത്തൻ പുറത്തുണ്ട് സാറേ, അത് മതി. അങ്ങോട്ട് തുറന്നൂടെ കയറ്റം? അളിയൻ പുറത്തിറങ്ങണ്ട, പോലീസുകാർ കണ്ട പൊക്കും. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ ദുഷ്ടൻ കമ്മീഷണർ വീട്ടിൽ പോലും പോകാൻ അനുവദിക്കാതെ മന്ത്രിയുടെ വീട്ടിൽ കാവലിട്ടിരിക്കെ. സുഗുണനെ മന്ത്രിയുടെ വീട്ടിൽ തന്നെ കാവൽ നിർത്തിയത് നന്നായി. ഗുഡ് ഐഡിയ. സൂര്യക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണല്ലേ? അവനെ വെറുതെ വിടാനുള്ള വകുപ്പാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് സുഗുണൻ സെൽഫ് ഐ വാണ്ട്. മന്ത്രിയുടെ കുടിവെള്ളം മുട്ടിക്കണം. ബ്രാൻഡിയോ? പിന്നെ അയാളുടെ വാട്ടർ ടാങ്കില് വെള്ളം വറ്റിക്കണമെന്ന്. അത് ഞാൻ ഏറ്റു. വെള്ളം വരുന്ന വാൽവ് പൂട്ടണം, വെള്ളം പോണ വാൽവ് തുറക്കണം. ആൻഡ് വെൽ ഇൻ ദ വാട്ടർ മേക്ക് യൂസ്ലെസ്. എന്താ? കിണറ്റിലെ വെള്ളം വൃത്തികേടാക്കണമെന്ന്. അത്രേ ഉള്ളൂ. അതിന് വഴിയുണ്ട്. ഇവിടുത്തെ വൃത്തികെട്ട പട്ടിയുടെ കൊല കാരണം രാത്രി കിടന്ന് ഉറങ്ങാൻ വയ്യ. അതിനെ തല്ലിക്കൊന്ന് കിണറ്റിലിടാം. പട്ടി ആത്മഹത്യ ചെയ്താണെന്ന് മന്ത്രി കരുതിക്കോളൂ. രാവിലെ വെള്ളത്തിന് വിളിക്കേണ്ട നമ്പർ 999559990. രണ്ട് പൊക്കടിക്കാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ? കൊച്ചുവെളുപ്പാങ്കാലത്ത് ഇതിനകത്തൊന്നും വെള്ളമില്ലല്ലോ. എടാ ക്ലീറ്റസേ, വെള്ളം അടിച്ചില്ലെങ്കിലും പ്രശ്നം. ടാങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. താനാ മോട്ടർ ഓണാക്കി. എന്റെ പൊന്നു സാറേ, ഇതിനകത്തൊരു പട്ടിയെ കിടക്കുക. കർത്താവേ, പട്ടിക്ക് ചാകാൻ കണ്ട സമയം ഇവിടെ ഒരു പട്ടിയും കാണുന്നില്ലല്ലോ. അവളെ ഞാനൊന്നും ചെയ്തില്ല. ഇതാണോ തന്റെ കാവൽ? സാറായിരുന്നു. ഇന്നലെ രാത്രി പട്ടിയുടെ കുരയില്ലാത്തത് കൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. എന്താ സാർ? വെള്ളമില്ലടോ. വെള്ളമില്ലോ? മന്ത്രിയുടെ മരിക്കാറായി കിടക്കുന്ന വല്യമ്മച്ചിക്ക് തൊട്ട് കൊടുക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലെന്ന്. വെള്ളമില്ലെങ്കിൽ പിന്നെ മന്ത്രി സ്മോളിൽ എന്തൊഴിച്ചു കുടിക്കും? ഒരു ടാങ്കർ വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യടോ. ശരി, ഇയാളോട് പറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ വെള്ളം കുടിക്കാതെ ചാവുന്ന തോന്നണം. ഇപ്പൊ വരും ശരിക്കുള്ള വെള്ളം. മനോഹരൻ എന്താ ഈ വണ്ടിയില്? ഒരു എന്നോ ടാങ്ക് ആ ഭാഗത്താ. വണ്ടി അങ്ങോട്ട് എടുക്കടോ. ചെന്നടിക്ക. വേഷം അടിച്ച് അടിയടോ. ഒരു വകതിരിവില്ലാത്ത
ഇതെന്താണ് ചാനലുകാരും പത്രക്കാരും മൊത്തം ഇങ്ങോട്ട് ഇനി മന്ത്രിക്ക് വല്ല അറ്റാക്ക് വന്ന് ചത്തോ? എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. ആരാ മനസ്സിലായില്ല? ഞാൻ മിസ്റ്റർ രാജ, മധുര രാജ. ഓ, തമിഴ്നാട് മിനിസ്റ്റർ ആണല്ലേ? മിനിസ്റ്റർ നിങ്ങൾ എന്നെ ഇട്ടു പോയോ മനുഷ്യ? ഞാനിത് എങ്ങനെയാ സഹിക്കുന്നത് ദൈവമേ? ചാനലുകാരും പത്രക്കാരും ഒക്കെ എത്തിയിരിക്ക. ഞാൻ ഇതിലേത് സാരിയാ ഉടുക്കുന്നത് എന്റെ ദൈവമേ? എന്താ എന്തു പറ്റി? നീ മരിച്ചില്ലേ? നീ എന്താ നിന്ന് പൊറുകുറുക്കുന്നേ? ഒന്നുമില്ല. അല്ല, കുമാരേട്ടൻ എന്തായാലും പറഞ്ഞായിരുന്നോ? ചെന്ന് ചായ എടുത്തോണ്ട് വാടി. ഓ, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. സാറിന് എന്തെങ്കിലും? ഒന്നും പറ്റിയില്ല. കർത്താവ് രക്ഷപ്പെട്ടു. ഗുഡ് മോർണിംഗ് സാർ. ചാനലുകാരും പത്രക്കാരും മുറ്റത്തുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് സാറിനെ കാണാൻ ഏതോ മന്ത്രിയും വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നോ? ആ, തമിഴ്നാട്ടിൽ നിന്ന്. അയ്യേ, എന്തൊരു നാറ്റത്! അയ്യേ, അടുക്കളയിലെ വെള്ളത്തിനോട് വൃത്തികെട്ട സ്മെല്ല്. ഒരു പട്ടി ചത്ത് ചീഞ്ഞ മണമാണോ? അല്ല, നല്ല ഒറിജിനൽ സ്പിരിറ്റിന്റെ സ്മെല്ല. ഈ വീട്ടിലെ ഏത് ടാപ്പ് തുറന്നാലും സ്പിരിറ്റ് ഒഴുകും. ഫ്ലോയിങ്. ഫുൾ ടാങ്ക് സ്പിരിറ്റ് അല്ലേ വാട്ടർ ടാങ്കിനകത്ത് അടിച്ചു കയറ്റിയത്? തൊണ്ടി മുതലായ ലോറി ഔട്ട്സൈഡ് വെയിറ്റിംഗ്. താനാരാ? ഞാൻ രാജ, മധുര രാജ. മന്ത്രി സാറേ, പുറത്ത് മുഴുവൻ ന്യൂസ് പേപ്പർ ബോയ്സാ, പത്രക്കാരെ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവർ ഓടിയെത്തും. സ്പിരിറ്റ് എന്ന തൊണ്ടി മുതലോടെ സാറ് പിടിക്കപ്പെടും. നാളത്തെ പത്രങ്ങളിൽ മന്ത്രിയുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ സ്പിരിറ്റ്, മന്ത്രികുമാരൻ സ്പിരിറ്റ് മാഫിയ കിങ്, മന്ത്രി രാജിവെക്കാൻ ഒരുങ്ങുന്നു. ഇതൊക്കെ ആയിരിക്കും തലക്കെട്ട്. ദാറ്റ് യു വാണ്ട് ടു സീ? ഇന്നു മുതൽ പത്രക്കാർക്കും ടി വിക്കാർക്കും ചാകരയായിരിക്കും. ചാകര ചാകര ചാകര. സാറും സാറിന്റെ കമ്മീഷണറും കളിച്ചത് ബുദ്ധിയുടെ കൊട്ടേഷൻ ലീഡറോടാ. യു പ്ലേ, ഐ പ്ലേ. തനിക്കെന്താ വേണ്ടേ? എന്റെ അനിയൻ സൂര്യയും എന്റെ ആളുകളെയും സാറിന്റെ പോലീസ് പുറത്തുവിടണം. പറ്റില്ല. അവരെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തതാ. ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല. മാറ്റി പറഞ്ഞേ പറ്റൂ സാർ, അല്ലെങ്കിൽ കസേര തെറിക്കും. കണ്ടെടുത്ത തൊണ്ടി മയക്കുമരുന്നല്ല, വെറും കൂവപ്പൊടിയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഗുണ്ടകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പാവം പാവം അയ്യപ്പ ഭക്തന്മാർ. കമ്മീഷണറാ, സംസാരിക്കണം. വെറുതെ വിടാനോ? അത് പറ്റില്ല സർ. ആ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തൊണ്ടി സാധനമായിട്ട് കണ്ടെടുത്ത മയക്കുമരുന്ന് ടെസ്റ്റിനായിട്ട് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. എടോ, കണ്ടെടുത്ത തൊണ്ടി മുതൽ വെറും കൂവപ്പൊടിയായിരുന്നു. അറസ്റ്റ് ചെയ്ത ഗുണ്ടകൾ മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരും. മനസ്സിലായോ? 1 മണിക്കൂറിനകം എല്ലാവരും പുറത്തിറങ്ങിയിരിക്കണം. ഇതാണ് മന്ത്രി. പറയാനും പറഞ്ഞത് മാറ്റി പറയാനും വിദഗ്ധനായ മന്ത്രി. അപ്പൊ സീ യു. അപ്പൊ ഈ വാട്ടർ ടാങ്കിലെ സ്പിരിറ്റ് അത് വാറ്റി ചാരായമാക്കി മന്ത്രിയുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കൂ പ്ലീസ്. മന്ത്രി സാറേ, വെറുതെ എന്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കരുത്. ഞാനും എന്റെ കളിക്കാരും സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ്. ഹായ് കുഞ്ഞളെ. ഹാപ്പി ബ്രദേഴ്സ്. എന്റെ ബോഡിക്ക് ചതവൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഏയ്, അത്ര പെട്ടെന്ന് ചതയുന്ന ബോഡിയാണോ ഏട്ടാ? ഏട്ടന്റെ അല്ലേ അനിയൻ? ദാറ്റ് ഈസ് എ ബ്രദർ. കണ്ടോ ഏട്ടാ, ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആനന്ദ, നമുക്കൊരു ക്ലബിലും പോവാം. ക്ലബിൽ ഈ വേഷത്തില് അങ്ങോട്ട് ചെന്നൈച്ചാലും മതി. എന്റെ ചേട്ടാ, ഈ ക്ലബിലൊക്കെ പോണമെങ്കിൽ കോസ്റ്റ്യൂം സെൻസ് വേണം. കോസ്റ്റ്യൂം സെൻസ്. എനിക്ക് കോസ്റ്റ്യൂം സെൻസ് നീ പറഞ്ഞു തരുന്നു അല്ലേ? എടാ, എന്റെ കോസ്റ്റ്യൂം സെൻസ് ഇവിടത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അച്ഛന് അച്ഛ
അച്ഛനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? എന്റെ മോന്റെ നല്ല മനസ്സ് കണ്ടെത്താനും സത്യങ്ങൾ തിരിച്ചറിയാനും എനിക്ക് മൂന്നാമതൊരാളിന്റെ സഹായം വേണ്ടി വന്നു. കൃഷ്ണമാമ എല്ലാം പറഞ്ഞു. എന്തിനാ മോനെ അച്ഛൻ ചെയ്ത ഒരു തെറ്റ് എല്ലാവരിൽ നിന്നും മറച്ചുപിടിച്ച് നീ സ്വയം ശിക്ഷയേറ്റത്? നാട്ടിൽ അച്ഛനുള്ള നിലയും വിലയും ബഹുമാനവും പ്രൗഢിയും ഒക്കെ കുഞ്ഞുനാളിൽ എനിക്ക് അഭിമാനമായിരുന്നു. മാധവ മാഷിന്റെ മകനെന്ന അഹങ്കാരം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ എന്റെ അച്ഛനെ മറ്റൊരാൾ കുറ്റപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അന്നും എന്നും എന്നായാലും എനിക്കത് സഹിക്കാൻ കഴിയില്ല. അന്ന് അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇനി ഈ ലോകം മുഴുവൻ നിന്നെ തിരിച്ചറിയണം. ഞാൻ വിളിച്ചു പറയും നിന്റെ നിരപരാധിത്വം. പറയരുത്. ഞാൻ ഗുണ്ടയാണ്, തെമ്മാടിയാണ്. ഞാനിങ്ങനെയൊക്കെ ജീവിച്ചോളാം. പക്ഷേ എന്റെ അച്ഛൻ ആരുടെ മുമ്പിൽ തലകുനിക്കരുത്, കുറ്റവാളിയാകരുത്. എങ്ങനെ തീർക്കും നിന്നോടുള്ള കടപ്പാട്? ഇത്തിരി സ്നേഹം എനിക്കും കൂടെ തന്നാ മതി. നീ എന്റെ പൊന്നുപോലല്ലടാ. ഞാൻ പേനയും പേപ്പറും എടുക്കാൻ മറന്നു. എന്റെ നോവലിൽ ഇത്രയും ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. ഇനി നിങ്ങൾ രണ്ടുപേരുടെ അടിച്ചു പിരിഞ്ഞാൽ കഥക്കൊരു ട്വിസ്റ്റ്. ഇതൊരു ക്ഷണക്കത്താണ്. ഈ വരുന്ന 23-ാം തീയതി എന്റെ വിവാഹമാണ്. വധു അശ്വതി, കമ്മീഷണറുടെ മകൾ അശ്വതി. വീട്ടിൽ വന്നാണ് സാധാരണ കല്യാണം ക്ഷണിക്കേണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിനൊക്കെ ഒരു മിനിമം യോഗ്യത വേണ്ടേ? കല്യാണത്തിന് വരണം, ആശീർവദിക്കണം എന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. അഥവാ വന്നാൽ 7-ാം നാൾ നിന്റെ സഞ്ചയനത്തിന്റെ ക്ഷണക്കത്ത് പ്രിന്റേണ്ടി വരും, നിന്റെ കുടുംബക്കാർക്ക്. ഹേയ്, ഗുഡ് മോർണിംഗ്. അല്ല, രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ചെസ് കളിക്കായിരുന്നല്ലേ? അപ്പൊ കമ്മീഷണർ സാറ് ഈ ഗസ്റ്റ് ഹൗസിലില്ല, വീട്ടിലോ അതോ ഓഫീസിലോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ, ആരാ തന്നെ അകത്തേക്ക് കയറ്റിവിട്ടത്? ബ്ലോക്കിംഗ് മീ. അവരെന്നെ ഒന്ന് തടഞ്ഞായിരുന്നു. സാരമില്ല, ഇപ്പൊ എഴുന്നേറ്റ് പൊക്കോളും. പൂവർ പീപ്പിൾ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചൂടാകല്ലേ സാറേ, ഞാൻ ഉടക്കാനോ ഉടയ്ക്കാനോ വന്നതല്ല, ഒരു കല്യാണം ക്ഷണിക്കാൻ വന്നതാ. സാറിന്റെ മകളുടെ കല്യാണം ഫിക്സ് ചെയ്തു, അപ്പൊ ഞാൻ എന്റെ അനിയന്റെ കല്യാണം ഫിക്സ് ചെയ്തു. യു ഡു, ഐ ഡു. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? സാറ് മസ്റ്റായിട്ട് കല്യാണത്തിന് വരണം. ചെയ്ത സകല തെറ്റുകളും പുറത്ത് വധുവരന്മാരെ അനുഗ്രഹിക്കണം. എന്റെ ജീവിതാഭിലാഷമാണ് കല്യാണക്കുറി. പിന്നെ വധുവിന്റെ പേരിന്റെ താഴെ അവളുടെ തന്തച്ചറ്റയുടെ പേരുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ മറക്കണ്ട. ഡോക്ടർ രാജേന്ദ്ര ബാബു IPS. യെസ്, യുവർ ഡോട്ടർ അശ്വതി. സാറിനെ വിളിക്കുന്നു. കല്യാണത്തിന് വീട്ടിൽ വന്ന് ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊരു മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിലും വേണ്ടേ? കല്യാണത്തിന് വരണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. വന്നാൽ 16-ാം നാൾ നിന്റെ പുലകുടി അടിയന്തരം ഞാൻ ആഘോഷിക്കും. അപ്പോ ഗുഡ് ബൈ. അതന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ആ കമ്മീഷണറുടെയും മഹീന്ദ്രന്റെയും മൊബൈൽ ഫോണിലേക്ക് കമ്മിങ് ആൻഡ് ഗോയിങ്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, ഓൾ കാൾ ടേപ്പിംഗ്. എനിക്ക് എന്നിട്ട് ആ ഡയലോഗ്സ് മുഴുവൻ കേൾപ്പിച്ചു തരണം. ഓക്കെ?
താങ്ക് യു. ഏട്ടാ, പന്തലിന്റെ ഒരുക്കം തീരാറായി. കല്യാണ സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിളിച്ചവരൊക്കെ ഓരോരുത്തരെ എത്തിത്തുടങ്ങി. ഏട്ടനത് എന്ത് വിശ്വസിച്ചിട്ടാ? വിശ്വാസം അതല്ലേ എല്ലാം. ഇതെന്താ? താലി. ഓ, എപ്പോഴാവശ്യം വരെയെന്ന് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ. ഒരു ടെസ്റ്റ് ഉണ്ട്. മഹേന്ദ്രന്റെ വീട്ടിലും കമ്മീഷണറുടെ ഓഡിറ്റോറിയത്തിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എങ്കിൽ ഐ വാണ്ട് ടു ഡു എ ടോക്കിംഗ് വിത്ത് ദം. ഒരു കുശലാന്വേഷണം. നമ്മൾ എൻക്വയറി ചെയ്തില്ല എന്നുള്ള കംപ്ലൈന്റ് വേണ്ട. ഡേയ്! ഹലോ ഹലോ ഹലോ, രാജയാണ് രാജ. മധുര മധുരേ, എവിടം വരായി ഒരുക്കങ്ങൾ? ഇവിടെ കേമമാണ് കേട്ടോ. 5000 നെയിംസിന് ഫുഡ്, പപ്പടം, പഴം, പായസം. പായസം ദാറ്റ് ഈസ് 4 times. ഡാൻസ് വിത്ത് സാങ്. എടാ, ഒരിക്കലും നടക്കാത്ത ഒരു കല്യാണത്തിന്റെ പൊലിമ പറയാനല്ലാതെ നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇനി ഒരു പണിയോടുണ്ട് സാറേ, വധുവിനെ പൊക്കുന്ന പണി. ടുമാറോ ബിഫോർ ഗുഡ് മോർണിംഗ് ഐ വിൽ കിഡ്നാപ്പ് അശ്വതി. ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് നോ സേ കംപ്ലൈന്റ്. എന്നെ തടയാൻ നിങ്ങൾ പോലീസിനെ ഇറക്കിയാൽ എനിക്ക് പോലീസിന് നേരെ തോക്കോ ബോംബോ ഉപയോഗിക്കേണ്ടി വരും. ഐ ആം an attack, sir. ഒരു പുല്ലും നടക്കില്ല. ഒരു ചുക്കും നടക്കില്ല. പുല്ലും ചുക്കും, ഗ്രാസ് ആൻഡ് ജിഞ്ചർ. யோ, தெரியுமில்ல, ராஜா சொல்றதா செய்வா, செய்யறது மட்டும்தான் சொல்லுவான். ദിനേശ് സർ, 2 വണ്ടി ആംഡ് ഫോഴ്സിന് എന്റെ വീടിന്റെ മുമ്പിൽ കാവൽ നിർത്തണം. ഇമ്മീഡിയറ്റ്. സർ. നമ്മുടെ സകല ഗ്യാങ്കളെയും കൂട്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് പുറപ്പെടണം ഇപ്പോ. അവൻ ഏതറ്റം വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. ബോംബോ തോക്കോ ഏത് ആക്രമണം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. കല്യാണം കഴിയുന്നവരെ അശ്വതി നിങ്ങളുടെ പ്രൊട്ടക്ഷനിലായിരിക്കണം. ഫോഴ്സിന്റെ കംപ്ലീറ്റ് ചാർജ് തനിക്കായിരിക്കണം. ഒപ്പം ആ SI സുഗുണനും. സർ. സ്വന്തം അളിയൻ കൺമുമ്പിൽ നിൽക്കുമ്പോ പോലീസിന് നേരെ ബോംബെറിയാൻ അവന്റെ ചങ്കൊന്ന് പെടയ്ക്കും. സൂക്ഷിക്കണം. ഗോ. അളിയന്റെ കല്യാണത്തിന് ലീവ് ചോദിച്ച എനിക്ക് കമ്മീഷണർ നല്ല പണിയാ തന്നത്. അളിയന്റെ വധുവിന് കാവൽ. സോറി സർ, മൂത്ത അളിയനാ രാജ. എന്തളിയ? കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ശരിയളിയ. അളിയൻ രാജ 2 വണ്ടി നിറയെ ഗുണ്ടകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ആമഡ് പോലീസുകാർക്ക് അടിയിടിയും കൊണ്ട് നല്ല ശീല. നമ്മള് സാധാ പോലീസുകാർ അങ്ങനെയല്ല, സ്നേഹം കൊണ്ട് പറയുന്നതാ. നമുക്ക് മുങ്ങാ സാർ. മാറി നിൽക്കണോ? സാർ, സാറ് കൊണ്ടുപോകും.